In Genesis chapter 37, we meet Joseph. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിലെ യോസേഫിനെ നമ്മൾ കണ്ടുമുട്ടുന്നു. And early on in his life, Joseph has a couple of dreams. യോസേഫിന്റെ ജീവിതത്തിന്റെ ആരംഭകാലത്ത് തനിക്ക് 1-2 സ്വപ്നങ്ങൾ ഉണ്ടായി. And both of those dreams communicate from God that God has anointed him to the future with some sort of leadership. സ്വപ്നങ്ങളിലൂടെ ദൈവം യോസേഫിനോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് മനോഹരമായിരിക്കുന്ന ഒരു ഭാവി ദൈവം കരുതിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തോട് ദൈവം പറഞ്ഞത്. And we see Joseph's response in faith as he tells his brothers about this dream and then later tells his father about a second dream. അപ്പോൾ യോസേഫിന്റെ വിശ്വാസത്തിന്റെ പ്രകടനം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സ്വപ്നം തന്റെ സഹോദരന്മാരോട് താൻ പറഞ്ഞു, അതുപോലെ തന്നെ തന്റെ മാതാപിതാക്കന്മാരോടും ഈ സ്വപ്നം അദ്ദേഹം വിശദീകരിച്ചു. So in Genesis 37 we have a clear picture that Joseph has faith that God will accomplish great things through him. അവിടെ യോസേഫിനെ 37-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവം തനിക്ക് വെളിപ്പെടുത്തിയതായിരിക്കുന്ന ഈ സ്വപ്നം ദൈവം ഒരു ദിവസം യാഥാർത്ഥ്യമാക്കും എന്നുള്ളതായിരിക്കുന്ന ആത്മാർത്ഥമായ വിശ്വാസം തനിക്കുണ്ടായിരുന്നു. But as you know, the story changes quickly for Joseph. എന്നാൽ പെട്ടെന്ന് ഈ 37-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് വരികയും യോസേഫിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വളരെ വ്യത്യാസപ്പെടുകയും ചെയ്തു. So that only 2 chapters later Joseph finds himself in prison. എന്നാൽ 2 അധ്യായങ്ങൾക്ക് ശേഷം യോസേഫിനെ നമ്മൾ കണ്ടെത്തുന്നത് ഒരു തടവറയിലാണ്. He's been sold to his brothers in slavery. തന്റെ സഹോദരന്മാര് തന്നെ അടിമത്വത്തിലേക്ക് വിറ്റുകളഞ്ഞു. And God elevated him in the house of Potiphar, and then he's thrown in prison unjustly for a crime he didn't commit. പോത്തിഫേറിന്റെ ഭവനത്തിൽ തനിക്ക് ഒരു നല്ല സ്വീകരണം ലഭിച്ചുവെങ്കിലും അതിന്റെ ശേഷം തനിക്ക് അത് ഒരു തടവറയുടെ അനുഭവമായിട്ട് തീർന്നു. Can you imagine how Joseph must have felt? അപ്പോൾ യോസേഫിന്റെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയതായിരിക്കുന്ന ചിന്തകൾ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുമോ? If I were Joseph, I might have been tempted to think, God, you gave me these dreams, and here I am in prison. അവിടെ ഞാനാണെങ്കിൽ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ ഭയങ്കര സ്വപ്നമൊക്കെ എന്നെ കാണിച്ചു എന്നുള്ള കാര്യം ശരിയാ, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് സ്വപ്നത്തിനൊന്നും അനുസൃതമായിരിക്കുന്ന ഒരു സ്ഥിതിയല്ല. Surely I misunderstood your promise. കർത്താവേ ഞാൻ വിചാരിച്ചു ഈ സ്വപ്നം കണ്ടപ്പോൾ നീ ഏതാണ്ട് വലിയ കാര്യമൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. How do you respond when you're faced with difficult situations? നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കാഠിന്യമാകുമ്പോൾ ആ ജീവിത സാഹചര്യങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? Are you quick to despair? പെട്ടെന്ന് നിങ്ങൾ ദൈവത്തോട് പറയുന്നത് ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചതായിരിക്കുന്ന കാര്യമല്ല. Or do you cling to the promises of God? അതോ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളോട് വാഗ്ദാനം ചെയ്തതായിരിക്കുന്നതിന്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കുവാൻ തീരുമാനിക്കുന്ന വിശ്വാസമാണോ നമ്മുടെ ജീവിതത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത്? Today we're going to talk about how we persevere through difficult circumstances. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ജീവിതത്തിന്റെ കാഠിന്യമേറിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തോടെ നേരിടുവാനായിട്ട് സാധിക്കും. How we praise the Lord, how our praise to the Lord is evidence of a genuine faith. നമ്മുടെ കാഠിന്യമേറിയ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന I want you to turn with me to 1 Peter chapter 1. അതുകൊണ്ട് നിങ്ങൾ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കണം. And in this text we're going to see Peter talk about this struggle. അപ്പോസ്തലനായ പത്രോസ് ഈ യോസേഫിന്റെ ജീവിതത്തിൽ കണ്ടതായിരിക്കുന്നത് പോലെയുള്ള ഒരു സമാനമായിരിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. He's going to start by talking about the promises that we have as a Christian. ക്രിസ്തീയ വിശ്വാസത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തന്ന വാഗ്ദാനങ്ങളെ കുറിച്ചാണ് താൻ ആദ്യമേ നമ്മളോട് പറയാൻ പോകുന്നത്. But then he's going to talk about the challenges we face when we're faced with difficult times. അതിനുശേഷം നമ്മളോട് പറയാനായിട്ട് പോകുന്നത് എന്നാൽ ഈ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിന്റെ കാഠിന്യമേറിയ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. He's going to start by looking forward to what's going to be true. നമുക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം ഉറപ്പായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. And then he's going to pull back and look at current circumstances. എന്നാൽ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും ഈ വാഗ്ദാനങ്ങളുടെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുന്നതാണ്. And he'll conclude by looking again to the future. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ നോക്കുന്നുവെങ്കിലും
തന്റെ ഉറപ്പ് എന്ന് പറയുന്നത് ഈ വർത്തമാന കാലത്തിലല്ല, ഭാവിയിലേക്ക് നോക്കി ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ തന്നെയാണ്. So as you turn to 1 Peter chapter 1, we're going to be looking specifically at verses 3 through 9. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. As you know, Peter is writing from Rome primarily to a Gentile audience that's spread abroad. പത്രോസ് റോമയിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. പ്രധാനമായും ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളാണ് തന്റെ വായനക്കാര്. And the church is starting to face quite a bit of persecution from the outside. ബാഹ്യ ലോകത്തിൽ നിന്ന് ദൈവമക്കൾക്ക് പീഡകൾ ആരംഭിച്ചതായിരിക്കുന്ന ഒരു കാലത്താണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. We've not yet been to the day of Nero where it's going to be a systemic and constant persecution, but it's more of a faith under pressure constantly. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടായതായിരിക്കുന്ന കാഠിന്യമേറിയ പീഡനം ആരംഭിച്ചിട്ടില്ല. എന്നാൽ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യത്തെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളികൾ തങ്ങളുടെ ചുറ്റുമുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പത്രോസ് ഈ കത്ത് എഴുതുന്നത്. Pressure from a culture with a different worldview. അതായത് നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വൈരുദ്ധ്യം, അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങൾ പഠിക്കുന്ന ഒരു സമൂഹത്തിന്റെ സമ്മർദ്ദം. Can you relate to that? അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? And so one of the main ideas that comes throughout the book of 1 Peter is that Christians endure hardship and suffering as a follower of Christ. പത്രോസ് വിശ്വാസികളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിക്കുന്ന വ്യക്തികൾക്ക് ലോകത്തിൽ പീഡകളുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. And Peter's going to encourage us to look back at the model of Christ. അപ്പോഴേ ഈ പീഡകളെ നേരിടുമ്പോൾ പത്രോസിന് പറയാനുള്ളത്, നിങ്ങൾ തിരിഞ്ഞ് കർത്താവിന്റെ മാതൃക നിങ്ങൾ നോക്കണം. And forward to his return. മാത്രമല്ല മുൻപിലേക്ക് നോക്കി ഈ കർത്താവ് തന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയായി മടങ്ങി വരും എന്നുള്ളതായിരിക്കുന്ന ആ ധൈര്യത്തിൽ നിങ്ങൾ ഉറക്കണം. So the book of 1 Peter is a message about hope now as well as hope in the future. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനം എന്ന് പറയുന്നത് വർത്തമാന കാലത്തുള്ളതായിരിക്കുന്ന പ്രതീക്ഷ ഭാവിയിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള കാര്യമാണ്. So let's start with the text. അതുകൊണ്ട് ഈ വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. Blessed be the God and Father of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. This statement overarches the rest of what we're going to be talking about. ഈ പ്രസ്താവന നമ്മൾ തുടർന്ന് പറയുവാൻ പോകുന്നതായിരിക്കുന്ന വാക്യങ്ങളൊക്കെ സമാഹരിക്കുന്നതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. We might say praise the Lord. അപ്പോൾ നമുക്കല്ലേ പറയാം, കർത്താവേ നിനക്ക് സ്തോത്രം. It's emphasized almost as a command. Blessed be the God and Father of our Lord Jesus Christ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു കൽപ്പനയായിട്ടാണ് പത്രോസ് നമ്മളോട് പറയുന്നത്, കർത്താവിന് സ്തോത്രം പറയുക എന്നുള്ള കൽപ്പനയാണ്. And if you're reading this, you might be thinking, why? അപ്പോൾ നിങ്ങൾ കർത്താവിന് സ്തോത്രം പറയാനായിട്ട് പത്രോസ് പറയുമ്പോൾ പത്രോസിനോട് ചോദിക്കാനുള്ളത്, പത്രോസേ എന്തിനാണ് ഈ സ്തോത്രം പറയുന്നത്? Let's keep reading. അപ്പോൾ നമുക്ക് തുറന്ന് വായിക്കാം. According to his great mercy, he has caused us to be born again into a living hope through the resurrection of Jesus Christ from the dead. അവൻ മരിച്ചവരിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. According to his great mercy. അവന്റെ കരുണാധിക്യ പ്രകാരം. That this isn't something we deserve. ഇത് നമ്മൾ അർഹിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല. Because of his mercy. ദൈവത്തിന്റെ കാരുണ്യമാണ് ഇതിന് പിൻപിൽ. What did his mercy lead him to do? ദൈവത്തിന്റെ കാരുണ്യം എന്ത് ആണ് പ്രവർത്തിക്കുവാനായിട്ടാണ് ദൈവത്തെ നിർബന്ധിച്ചത്? It led him to actually do something, to take action. ദൈവത്തിന്റെ കാരുണ്യം ദൈവത്തിന്റെ പ്രവർത്തനത്തിലേക്ക് ദൈവത്തെ നയിക്കുന്നതാണ്. He has caused us. അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. To be born again. വീണ്ടും ജന്മത്തിന് കർത്താവ് ഉത്തരവാദിയായി എന്നുള്ള കാര്യമാണ് പത്രോസ് പറയുന്നത്. Many people mistakenly view faith as a human-centered idea. വിശ്വാസത്തെ കുറിച്ച് പലരും വിചാരിക്കുന്നത് അത് നമ്മിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന ഒരു മാനുഷിക കാര്യമാണ് എന്ന നിലയിലാണ്. But this text makes it clear that it's actually God's action that causes us to be born again. എന്നാൽ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് പത്രോസ് നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട്.
Do you think about that? It's not my effort, it's actually God's intervention, His activity on my behalf. വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഏതെങ്കിലും പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല, അത് പൂർണ്ണമായും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. And why did He do it? എന്തുകൊണ്ടാണ് ദൈവം ഇത് ചെയ്യാൻ കാര്യം? According to His great mercy. ദൈവത്തിന്റെ കരുണാധിക്യ പ്രകാരം ദൈവം തീരുമാനിച്ച ഒരു കാര്യമാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുക എന്നുള്ളത്. But what is it that I'm born into? നമ്മെ വീണ്ടും ജനിപ്പിച്ചതായിരിക്കുന്ന കർത്താവ് അതിന്റെ ഫലമായിട്ട് ഏതൊരു അവസ്ഥയിലേക്കാണ് നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്? He has caused us to be born again into a living hope. ജീവനുള്ള ഒരു പ്രത്യാശയ്ക്കായിട്ടാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. What is this living hope? ഈ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? That we're born again to this living hope. The next clause helps us understand a little. അടുത്ത പ്രസ്താവന നമ്മെ വീണ്ടും ജനിപ്പിച്ച ദൈവം ഏതൊരു പ്രത്യാശയ്ക്കായിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്നത് വിശദീകരിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. Through the resurrection of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ. Is God able to offer me living hope? നമുക്ക് ജീവനുള്ള ഒരു പ്രത്യാശ തരുവാനായിട്ട് കർത്താവിന് കഴിയുമോ? He is. He can. അത് നമുക്ക് നിശ്ചയമായിട്ട് സാധിക്കും. എന്തുകൊണ്ട്? Because He's demonstrated the power He has through the resurrection of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ ദൈവം തന്റെ ശക്തിയുടെ ആധിക്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. So God in His own initiative, because of His mercy, causes me to be born again to a living hope. കർത്താവ് ദൈവം തന്റെ കാരുണ്യത്തിന്റെ ആധിക്യം നിമിത്തം എന്നെ വീണ്ടും ജനിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു. And that I can be secure in the promise of that living hope because He raised Jesus from the dead. എനിക്ക് ദൈവം വാഗ്ദാനം ചെയ്തതായിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പായി ധൈര്യപ്പെടുവാൻ കഴിയും. കാരണം സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. You see, I think when we go back to the story of Joseph, that's one of the key elements we see in Joseph's life. യോസേഫിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി പോവുകയാണ് എങ്കിൽ തന്റെ അനുഭവത്തിൽ തന്നെ നിലനിർത്തിയതായിരിക്കുന്ന ഒരു പ്രധാന ഘടകം ഇതാണ്. You know, Joseph is one of the only characters in the Bible that we never see sin. പാപം ചെയ്യാത്ത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് യോസേഫ് എന്ന് പറയുന്നത്. When he's sold into slavery, he immediately responds in faith and thrives in Potiphar's home. തന്നെ ഒരു അടിമയായിട്ട് വിറ്റ അവസരത്തിൽ താന് അതിനോടുള്ളതായിരിക്കുന്ന തന്റെ പ്രതികരണത്തിന്റെ ഫലമായിട്ടാണ് പൊത്തിഫേറിന്റെ ഭവനത്തിൽ താൻ വലിയ ഒരു അനുഗ്രഹമായിട്ട് തീരുന്നു എന്നുള്ള ആ കാര്യം. When he's falsely accused by Potiphar's wife and put into jail, he responds with faith. തന്നെ പൊത്തിഫേറിന്റെ ഭാര്യ അന്യായമായി തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തന്നെ തടവിലാക്കുകയും ചെയ്തപ്പോൾ ആ തടവിലെ തന്റെ പ്രതികരണം എന്ന് പറയുന്നത് അവിശ്വസനീയമായ പ്രതികരണമാണ്. And I believe the way he does that, or the reason behind his response, is that he has a full understanding of his future hope. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അവസരങ്ങളിലൊക്കെയും തന്റെ കണ്ണിന്റെ മുൻപിൽ നിൽക്കുന്നത് ദൈവം തന്നെ കാണിച്ചതായിരിക്കുന്ന സ്വപ്നങ്ങളാണ്. And he knows that the all-powerful God of the universe has the power to execute that hope. അതിന്റെ നടുവില് യോസേഫിന് പറയാനായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും എന്നെ സ്വപ്നങ്ങൾ കാണിച്ചതായിരിക്കുന്ന ദൈവം അതൊരു ദിവസം പൂർത്തീകരിക്കും. It's not a blind and empty hope, but it's a hope concentrated on a promise that God had given him. ഈ പ്രത്യാശ എന്ന് പറയുന്നത് ശൂന്യമായിരിക്കുന്ന ഒരു പ്രത്യാശയല്ല, പിന്നെയോ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അടിസ്ഥാനപ്പെട്ടതായിരിക്കുന്ന പ്രത്യാശയാണ്. And you and I have that same promise. നമുക്ക് സ്വർഗ്ഗത്തിലെ ദൈവം നൽകിയിരിക്കുന്നതായിരിക്കുന്ന വാഗ്ദാനങ്ങൾ ശൂന്യമായിരിക്കുന്ന വാഗ്ദാനങ്ങളല്ല. That we're born again to a living hope. നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ജീവനുള്ള ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. Well, let's look at that living hope. നമ്മളുടെ ഈ ജീവനുള്ള പ്രത്യാശ എന്താണ് നമുക്ക് നോക്കാം. To an inheritance. നമുക്ക് ദൈവം നൽകുവാൻ പോകുന്നതായിരിക്കുന്ന An inheritance is a future thing that we receive. നമുക്ക് ലഭിക്കുവാൻ പോകുന്നതായിരിക്കുന്ന സ്വർഗ്ഗത്തിൽ അവകാശം, നമുക്ക് സ്വർഗ്ഗത്തിൽ ദൈവം ഒരു അവകാശം നൽകിയിരിക്കുന്നു, അതിനായി നമ്മൾ ഒരുക്കുന്നു എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. What are the characteristics of that inheritance? ഈ അവകാശത്തിന്റെ പ്രത്യേകത എന്താണ്? Imperishable, അതിന് ക്ഷയം, മാലിന്യം, unfading, വാട്ടം എന്നിവയില്ലാത്ത, and kept in heaven for us. സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന. Again, this inheritance is secure because God, who has the power to raise Jesus from the dead, is guarding it for us. നമുക്ക് ഈ പ്രത്യാശ സ്ഥിരമായ പ്രത്യാശയാണെന്നുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ തന്റെ പുത്രനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതായിരിക്കും സ്വർഗ്ഗത്തിലെ ദൈവമാണ് ഈ നിക്ഷേപം സൂക്ഷിക്കുന്ന ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്.
So Peter's looking to the future, as he says in verse 5. അഞ്ചാമത്തെ വാക്യത്തിൽ ഭാവിയിലേക്ക് അപ്പോസ്തലനായ പത്രോസ് നോക്കുമ്പോൾ At a salvation that will be revealed in the last time. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയെക്കുറിച്ച് താൻ നോക്കുമ്പോൾ So this is our bedrock, this is our foundational hope. That we've been born again. എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മെ വീണ്ടും ജനിപ്പിച്ച് ഈ പ്രത്യാശയുടെ ഉറപ്പ് നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. That we're born again into a living hope. നാം ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വീണ്ടും ജനിച്ചിരിക്കുന്നു. That we'll receive an inheritance. നമുക്ക് ഒരു അവകാശം തരുവാനായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. That's being guarded through faith. ഈ അവകാശം വിശ്വാസത്താൽ ദൈവം സംരക്ഷിച്ചിരിക്കുകയാണ്. For a salvation that will be revealed in the future. അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ളതായിരിക്കുന്ന രക്ഷ നമുക്ക് ലഭ്യമാകുന്നത് വരെ ഈ നിക്ഷേപം സൂക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. You see, we've not received our full inheritance today. നമുക്ക് ഈ അവകാശം ഇതുവരെ കിട്ടിയിട്ടില്ല. Many preachers would tell you that if you become a Christian and you live right, everything's going to be amazing. ചില പ്രസംഗകർ പറയാറുണ്ട്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗമാണ്, യാതൊരു വിധമായിരിക്കുന്ന ബുദ്ധിമുട്ടും ഈ ലോകത്തിൽ ഉണ്ടാവുകയില്ല. But our hope is for the future. എന്നാൽ ആ പത്രോസ് പറയുന്നത്, നമ്മളെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ വർത്തമാനകാല ലോകമല്ല, വരാനിരിക്കുന്നതായിരിക്കുന്ന നിക്ഷേപമാണ്. And I think Peter feels that that future hope has to be this bedrock foundation that you and I have. നമുക്ക് സ്വർഗ്ഗത്തിലെ ദൈവം നൽകിയിരിക്കുന്നതായിരിക്കുന്ന ഈ വാഗ്ദാനത്തിന്റെ ഉറപ്പാണ് നമ്മുടെ പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. And let's look at why. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ധൈര്യം ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. He says in verse 6, in this you rejoice. ഇതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു. In what? ഏതിലാണ് സന്തോഷിക്കുന്നത്? In this future hope. ഈ വരാനിരിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ നാം ആനന്ദിക്കുന്നു. Though, എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ, ഇപ്പോൾ for a little while, അല്പനേരത്തേക്ക്, though now for a little while you have been grieved, if necessary. ആവശ്യമാണ് എങ്കിൽ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വരുന്നു. Through various trials. പലവിധമായിരിക്കുന്ന പരീക്ഷകൾ. And so if we had more time, what I would do here is I would unpack the idea of suffering in this time. ഈ അവസരത്തിൽ എനിക്ക് സമയം കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ വർത്തമാനകാലത്ത് നാം നേരിടുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ഒരു വിശദീകരണം ഞാൻ ഇവിടെ പറയുമായിരുന്നു. And I would make a list here and we would talk about the different types of suffering. നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ വർത്തമാനകാലത്തുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറയുവാനുള്ളതായിരിക്കുന്ന ഒരു അവസരമാണ്. That we would talk about suffering being a normal thing that all people experience. എല്ലാവർക്കും സാമാന്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് പറയാം. And I might talk through several biblical examples of how suffering manifests itself in the life of faithful men. വിശ്വസ്തരായിരിക്കുന്ന ദൈവ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് ദൈവവചനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഉദ്ധരിക്കാനായിട്ട് സാധിക്കും. Then I would talk about the different types of suffering. പല തരത്തിലുള്ളതായിരിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് നമുക്ക് പറയാം. For some people suffering is a physical thing. ചിലരെ സംബന്ധിച്ചിടത്തോളം കഷ്ടത എന്ന് പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകളാണ്. For other people it's an emotional or a mental suffering. മറ്റു ചിലരെ സംബന്ധിച്ച് വൈകാരികമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന വേദനകളാണ്. We might give a brief example or two so that the audience understands the nature of the suffering. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയും. അത് കേൾവിക്കാർക്ക് ഈ നമ്മുടെ ദുഃഖങ്ങളെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഒരു ബോധം. Third, we would talk about the different degrees of suffering. അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളതായിരിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് ഒരേ രീതിയിലുള്ളതായിരിക്കുന്ന കഷ്ടതയല്ല. How we're sometimes too quick to look at extreme examples of suffering and assume we're not. ചില അവസരങ്ങളിൽ കഷ്ടത എന്ന് പറയുമ്പോൾ അതിന്റെ കാഠിന്യം ഒരുപക്ഷെ പെരുപ്പിച്ച് ചിന്തിക്കുവാനുള്ളതായിരിക്കുന്ന സാധ്യതയും നമ്മുടെ ജീവിതത്തിലുണ്ട്. But to realize that Peter's actually talking about a broad range of any sort of suffering. ഇവിടെ പത്രോസ് പറയുമ്പോൾ കഷ്ടതയുടെ ഏത് തരത്തിലുള്ളതായിരിക്കുന്ന കഷ്ടതയും ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന നിലയിലുള്ളതായിരിക്കുന്ന പ്രസ്താവനയാണ്. Especially here in India, I might talk about the causes of suffering. ഇവിടെ ഇന്ത്യയുടെ സാഹചര്യത്തിലാണ് എങ്കിൽ നമ്മുടെ കഷ്ടതയ്ക്കുള്ളതായിരിക്കുന്ന ചില കാരണങ്ങളെക്കുറിച്ചും കൂടെ ഒരുപക്ഷെ നമുക്ക്. Because I suspect a lot of people that you come in contact with would view suffering purely as a result of karma or as a result of some sort of thing that people had done. നമ്മുടെ ഹൈന്ദവ സംസ്കാരം അനുസരിച്ചാണ് എങ്കിൽ കഷ്ടതയുടെ കാരണം എന്ന് പറയുന്നത് കർമ്മഫലമാണ് എന്നാണല്ലോ പൊതുവെ പറയുന്നത്. But in the Bible we actually see suffering brought on by for different reasons. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കഷ്ടത എന്ന് പറയുന്നത് വരുവാൻ പല പല കാരണങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. Sometimes it is a result of our own sin. നമ്മുടെ പാപങ്ങൾ കൊണ്ട് കഷ്ടത വരാൻ കേട്ടു. That David, Solomon, Lot, there were men, Samson,
there were men who experienced levels of suffering because of their own sin. ആ പാപങ്ങൾ കൊണ്ട് കഷ്ടത വന്നതായിരിക്കുന്ന ആളുകൾ ദാവീദ്, ശലോമോന്, ലോത്ത്, അങ്ങനെയുള്ള പല ആളുകളുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകളുടെ പാപങ്ങൾ കൊണ്ട് വന്ന കഷ്ടതകളാണ്. But other times our suffering is brought on by the sin of others. മറ്റുള്ളവരുടെ പാപം കൊണ്ട് നമുക്ക് കഷ്ടത വരാം. And I would go back into Joseph's life here and talk a little bit about how most of Joseph's suffering was his brothers, Potiphar's wife, the baker and the cupbearer who forgot him. യോസേഫിന്റെ ജീവിതത്തിലെ കഷ്ടതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റു മനുഷ്യർ വരുത്തിയ കഷ്ടതയാണ്, അവരുടെ പാപങ്ങൾ കൊണ്ട് തന്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന കഷ്ടതയാണ്. We might talk about Jesus or Peter here for other sins causing suffering. കർത്താവിന്റെ ജീവിതത്തിലുള്ള കഷ്ടത എന്ന് പറയുന്നത് മറ്റു മനുഷ്യർ വരുത്തിയതായിരിക്കുന്ന കഷ്ടതയാണ്. And then finally, the final category would be people who suffer without a specific cause. ചില കഷ്ടതകളെ കുറിച്ച് പറയുന്നതിന്റെ കാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. Job never gets a concrete reason for why he was suffering. യോബിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു കഷ്ടതയുടെ കാരണമെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? We don't know about Ruth's suffering, why it was brought on. എന്തുകൊണ്ട് യോബ് കഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണം ഒന്നും യോബിന്റെ പുസ്തകത്തിൽ പറയുന്നില്ല. So sometimes we just conclude it's God's prerogative. ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ദൈവം അനുവദിച്ചതായിരിക്കുന്ന കാര്യമാണ്, നമുക്ക് പിടികിട്ടാത്ത കാര്യമാണ്. So I would spend time in a longer sermon developing this idea and getting the audience to understand the nature of suffering so they can picture suffering in their head. അപ്പോൾ അതുകൊണ്ട് കഷ്ടതകളുടെ ആശ്വാസം ലഭിക്കത്തക്ക രീതിയിൽ ഒരു ദൈർഘ്യമേറിയ പ്രസംഗമാണ് എങ്കിൽ അതിന് ആളുകൾക്ക് അവസരം ലഭിക്കത്തക്ക രീതിയിൽ വേദഭാഗത്തെ നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കും. But let's go back into the text. നമുക്ക് ശ്രദ്ധിക്കാം and look in verse 6. ആറാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കാം. He says, "In this you rejoice," talking about the things that are true of me now and true of me in the future. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷിക്കുവാനായിട്ടുള്ള പ്രബോധനമാണ്. And I think we want to focus in on that word rejoice. ആനന്ദിക്കുക എന്നുള്ളതായിരിക്കുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. And the root idea of joy. ആനന്ദം, സന്തോഷം എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന അർത്ഥം എന്താണ്? That joy is a deep-rooted satisfaction, and it's looking away from our current circumstances. നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങളെ മറികടന്ന് ഭാവിയിലേക്ക് നോക്കിയുള്ളതായിരിക്കുന്ന ഒരു തീരുമാനമാണ് ഈ ആനന്ദം എന്ന് പറയുന്ന കാര്യം. To be joyful means that I've fixed my mind on eternity. ആനന്ദം എന്നുള്ളതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിത്യതയിലേക്ക് നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുക്കുന്നതായിരിക്കുന്ന ഒരു മനോഭാവമാണ്. And that circumstances aren't a factor. സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇതില് ഒരു ഘടകമാണ്. And so I think Peter's saying, "In this you rejoice, you fix your mind on this eternal promise." ഈ വർത്തമാനകാല ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിങ്ങൾ ഈ വർത്തമാനകാല ബുദ്ധിമുട്ടുകളെ മറികടക്കുന്നതായിരിക്കുന്ന നിത്യതയുടെ വാഗ്ദാനത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിച്ച് ധൈര്യപ്പെടണം. അതാണ് യഥാർത്ഥത്തിൽ ആനന്ദം എന്ന് പറയുന്നത്. Though now for a little while. ഒരല്പകാലത്തേക്ക്. Each of the phrases that we're going to look at in this verse are packed with meaning. പറഞ്ഞാൽ ഓരോ വാക്കുകളും അങ്ങനെ അർത്ഥനിബിഡമായിരിക്കുന്ന വാക്കുകളാണ് ഈ അപ്പോസ്തലനായ പത്രോസ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാം. Now for a little while. ഇപ്പോൾ അല്പനേരത്തേക്ക്. All suffering, all trials are temporary. ജീവിതത്തിലെ കഷ്ടങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവയെല്ലാം അല്പകാലത്തേക്ക് ഉള്ളതായിരിക്കുന്ന കഷ്ടങ്ങളാണ്. Now don't be confused. നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കരുത്. Temporary doesn't always mean short. അതായത് അല്പകാലത്തേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാലത്തേക്ക് എന്നല്ല അതിന്റെ അർത്ഥം. From our perspective it might seem quite long. നമ്മളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ദുഃഖം എന്ന് പറയുന്നത് എപ്പോഴും ദൈർഘ്യമുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന കാര്യമാണ്. But in light of eternity, എന്നാൽ നിത്യതയോടുള്ള ആ ബന്ധത്തിൽ it's temporary. അത് താൽക്കാലികമായ അല്പനേരത്തേക്കുള്ളതായിരിക്കുന്ന കഷ്ടമാണ്. So now for a little while if necessary. എന്ന് പറഞ്ഞു അല്പകാലത്തേക്ക് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും you can have faith that any trial and any suffering that you're experiencing is necessary. അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന കഷ്ടങ്ങൾ ആവശ്യമാണ്. നെസസറി എന്നുള്ള വാക്ക് മലയാളത്തിലില്ല, എന്നാൽ ആവശ്യമാണ് എന്നുള്ളതായിരിക്കുന്ന ആ ഒരു അർത്ഥം ഈ വാക്യത്തിൽ. The word Peter uses in Greek, day or must, is used a couple other places. അദ്ദേഹം ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഗ്രീക്ക് പദം ആവശ്യം എന്നുള്ളതായിരിക്കുന്ന ആ വാക്ക് മറ്റു ചില അവസരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ in Acts chapter 5 the apostles say we must
obey God rather than men. എന്നിട്ട് അപ്പോസ്തലർ പ്രവൃത്തി 5-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലന്മാർ പറയുന്നത് ഞങ്ങൾ ദൈവത്തെ അനുസരിക്കേണ്ട ആവശ്യമുണ്ട്. When Jesus is with Nicodemus in John 3, he says, "You must be born again." യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ വീണ്ടും ജനിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു, ആവശ്യമായിരിക്കുന്നു. And it's the same idea that Peter uses here. ഇവിടെ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് അനിവാര്യമാണ്. That you'll endure these trials if necessary. അത് അനിവാര്യമാണ് എന്നുള്ള കാര്യമാണ്. So from God's perspective, you must go through this. അതുകൊണ്ട് ദൈവത്തിന്റെ കാഴ്ചപ്പാടില് കഷ്ടത എന്ന് പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ച് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല. And here's the thing. ഇതാണ് ഇതിന്റെ വസ്തുത. It's not like God is doing a cosmic science experiment. ദൈവം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് തന്റെ പരിപാടികൾ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു പരീക്ഷണം നമ്മളുടെ മേൽ നടത്തുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. I remember when I was a kid seeing people who would hold magnifying glasses over ants to burn them just to see if it would work. അതായത് ഞാൻ ചെറുതായിരുന്ന കാലത്ത് ആളുകൾ മാഗ്നിഫയിങ് ഗ്ലാസ് ഉറുമ്പിന്റെ മേളിൽ വെച്ചിട്ട് ഉറുമ്പ് കരിഞ്ഞു പോകുമോ എന്നുള്ള പരീക്ഷണം നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. That's not what God's doing. എന്നാൽ ദൈവം അങ്ങനെ പരീക്ഷണം നടത്തുന്ന ഒരാളല്ല. That God, the all-loving God of the universe, understands what we need. നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് നമ്മെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം അറിയുന്നു. He decides the pressure we need and applies it to shape us. നമ്മെ രൂപപ്പെടുത്തുവാനായിട്ട് ഏത് തരത്തിലുള്ളതായിരിക്കുന്ന സമ്മർദ്ദമാണ് ആവശ്യമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം അറിയുകയും അതിന്റെ അളവിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുകയും ചെയ്യുന്നു. In the United States, a lot of times with very young trees, we tie ropes to those trees so that they will grow up straight. നമുക്കറിയാമല്ലോ ചില വൃക്ഷങ്ങള് വളഞ്ഞു പോകാതിരിക്കാനായിട്ട് അത് നേരെ നിൽക്കാനായിട്ട് ഉള്ള ഒരു ക്രമീകരണം നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം. And that's the shape we would say those ropes are necessary. അവിടെ അതിനെ വലിച്ചു കെട്ടിയിരിക്കുന്നതായിരിക്കുന്ന ആ കയറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നേരെ നിൽക്കാനായിട്ട് ആ കയറുകൾ അനിവാര്യമാണ് എന്ന് പറയാം. Number 3, you have been grieved by various trials. നിങ്ങൾ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വരുന്നു. Suffering hurts. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ഈ പരീക്ഷകൾ എന്ന് പറയുന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. That the pain, the suffering, the grief that we feel as a result of suffering are not sinful. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വേദന എന്ന് പറയുന്നത് പാപകരമായ ഒരു പ്രതികരണമല്ല. So Peter's not saying that rejoice means to pretend like it's not there or to act happy. അവിടെ പത്രോസ് പറയുന്നത് നിങ്ങൾക്ക് വേദന ഉണ്ടായാലും സുഖം സുഖം എന്ന് പറഞ്ഞോണം, വേദന ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നതല്ല പത്രോസ് ഇവിടെ പറയുന്നത്. But the reality is that this suffering hurts. ഈ ദുഃഖം എന്ന് പറയാൻ ഈ വേദന എന്ന് പറയുന്നത് ദുഃഖം ഉണ്ടാക്കുന്ന വേദനയാണ്. And then he says that you have been grieved by various trials. അതേക്കുറിച്ച് നാനാ പരീക്ഷകൾ. They're all different. പരീക്ഷകൾ എന്ന് പറയുന്ന ഒരേ തരത്തിലല്ല കേട്ടോ, വ്യത്യസ്തമായിരിക്കുന്ന നിലയിലാണ് പരീക്ഷകൾ. That as Christians we're not immune to any of them. ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന പ്രതിബന്ധങ്ങളിൽ ഒന്നിൽ നിന്നും വിശ്വാസികൾ വിമുക്തരല്ല. Can Christians get diseases? നമുക്ക് വിശ്വാസികൾക്ക് രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? Can Christians lose family members? വിശ്വാസികളുടെ ഭവനത്തിൽ മരണം സംഭവിക്കുമോ? Are we subject to illness and mental? മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും സമ്മർദ്ദങ്ങളും വിശ്വാസികൾക്ക് ഉണ്ടാകുമോ? There's nothing that we can't experience as Christians. വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നിൽ നിന്നും നമുക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം, വിമുക്തി ദൈവം തന്നിട്ടില്ല. In a lot of ways here it's like Peter speaking directly to the prosperity gospel. യഥാർത്ഥത്തിൽ ഈ വാക്കും എന്ന് പറയുന്നത് സമൃദ്ധിയുടെ സുവിശേഷത്തിനെതിരെ അപ്പോസ്തലനായ പത്രോസ് സംസാരിക്കുന്ന ഒരു വാക്യമാണ്. The struggle and trial is a normal part of the Christian life. ക്രിസ്തീയ വിശ്വാസത്തിൽ വേദനയും ബുദ്ധിമുട്ടുകളും എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമായി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ്. And we don't always know specifically why we encounter. നമ്മുടെ ജീവിതത്തിലുള്ളതായിരുന്ന കഷ്ടതകളുടെ എല്ലാം കാരണം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതല്ല. But Peter actually does give us an overall reason. എന്നാൽ ഇതിന്റെ ഒരു ആകമാനമായിരിക്കുന്ന ഒരു വിശദീകരണം പത്രോസ് ഇവിടെ നമുക്ക് തരുന്നുണ്ട്. Look at verse 7. 7-ാമത്തെ വാക്യം നോക്കുക. So that, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, it's going to tell us why. എന്തുകൊണ്ടാണ് കഷ്ടത? So that the tested genuineness of your faith. വിശ്വാസത്തിന്റെ പരിശോധന. Tested. വിശ്വാസം പരിശോധിച്ച് അത് യാഥാർത്ഥ്യമാണോ എന്ന് നിർണ്ണയിക്കുന്ന കാര്യം. It's one thing to say that we have faith. നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നത് ഒരു കാര്യം. It's another thing when our faith is actually tested. എന്നാൽ ഈ വിശ്വാസത്തെ പരീക്ഷിക്കാൻ നോക്കുമ്പോൾ അത് ശുദ്ധമാണെന്ന് കണ്ടുപിടിക്കുന്ന വേറൊരു കാര്യം.
So that the tested genuineness of your faith, and look at this little thing he adds in, more precious than gold. ഇതിൽ അദ്ദേഹം പറയുന്നത് ഈ പരിശോധന എന്ന് പറയുന്നത് സ്വർണത്തെക്കാളും പൊന്നിനേക്കാളും വിലയേറിയതാണ്. That perishes though it's tested by fire. അത് ഈ പൊന്ന് തീയിൽ കൂടെ ശോധന ചെയ്യും, എന്നാൽ അത് അഴിഞ്ഞു പോകുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. So Peter gives us an image here. ഇവിടെ പത്രോസ് നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. So I've got a great big clump of material. എന്റെ കയ്യിൽ ഒരു വളരെ ഒരുപാട് സ്വർണം ഉൾപ്പെടുന്നതായിരിക്കുന്ന ഒരു അതിന്റെ ഓള് അല്ലെങ്കിൽ അതിന്റെ അയില ഉണ്ടെന്ന് വിചാരിച്ചോളാം. And I go to Babu and say, I have 3 pounds of gold here. എന്നിട്ട് ഞാൻ ഇദ്ദേഹം വന്ന് എന്നോട് പറയാ, ബാബു സഹോദര, ഇതിൽ 3 പൗണ്ട് കിലോ സ്വർണ്ണമുണ്ട്. And Babu looks at me a little strange. എന്നിട്ട് I don't know whether I look strange, because probably he looks at me with a suspicious eye. എന്നാലും ഒരു അല്പം സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കും. And he says, I don't think that's a full kilo of gold. 3 കിലോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിനകത്ത് 3 കിലോ സ്വർണ്ണം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണെന്ന് പറയും. How do we decide? എങ്ങനെയാ തീരുമാനിക്കുന്നത്? We put it in the furnace. എന്നിട്ട് ഇതിനെ തീയിലിടണം. We burn off anything that's not gold. സ്വർണ്ണമല്ലാത്തതൊക്കെ കത്തി ഉരുകി മാറിപ്പോകും. And I'm embarrassed because when they come out the other side of the furnace, there's only a 1/4 kilo of gold. അവസാനം ഇതിലെ കത്തി ശുദ്ധിയായിട്ട് വെളി വന്നു കഴിഞ്ഞപ്പോൾ കിലോ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും നോക്കിയപ്പോൾ ഗ്രാമുകൾ മാത്രമുള്ള സ്വർണ്ണമേ ഉള്ളൂ. But what can we say about that 1/4 kilo of gold that we have? എന്നാൽ അവസാനം വന്നെത്തിയതായിരിക്കുന്ന ആ സ്വർണ്ണത്തെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? That it's pure. അത് ശുദ്ധീകരിക്കപ്പെട്ടതാണ്, തീയിൽ കൂടെ കടന്നുപോയതാണ്, അതിൽ മാലിന്യമില്ല എന്ന് പറയാൻ പറ്റും. Because it's gone through the fire. അത് തീയിൽ കൂടെ ശോധന ചെയ്തതാണ്. This is genuine gold, so that when Babu pays me for this, he knows he's getting an honest way. എന്നാൽ ഇതിൽ കൂടെ കടന്നുപോയതായിരിക്കുന്ന ഈ സ്വർണ്ണത്തിന് നമ്മൾ കാശ് കൊടുത്താൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. കാരണം ചോദിച്ചാൽ ശുദ്ധീകരിച്ചതായിരിക്കുന്ന സ്വർണ്ണമാണ്. And Peter gives us that illustration with our faith. നമ്മുടെ വിശ്വാസത്തിന് പത്രോസ് നൽകുന്നതായിരിക്കുന്ന ഒരു ഉദാഹരണമാണത്. Because he finishes with a clause, he says, it might be found to result in praise and glory and honor of the revelation of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ മഹത്വത്തിനും മാനത്തിനും പുകഴ്ചയ്ക്കും അത് കാരണമായി തീരും എന്ന് അദ്ദേഹം പറഞ്ഞു. You see what he did there? അവിടെ എന്താണ് അദ്ദേഹം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? On the front side of the furnace, I have a large lump of coal. On the other side, I've got a smaller amount, but it's pure gold. നിങ്ങൾ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു കൊട്ട സാധനമുണ്ട്, ഇതാണ് തീയിൽ കൂടെ കടന്ന് അപ്പുറത്ത് ചെന്നപ്പോൾ ഒരു അല്പ സാധനമേ ഉള്ളൂ. That Peter says that's the way our faith is. പത്രോസ് പറയുന്നത് ഈ നിലയിലാണ് നമ്മുടെ വിശ്വാസം എന്നാണ്. We speak to a large room and everyone raises their hand and says, I have faith. എന്നിട്ട് നമ്മൾ സംസാരിക്കുകയാണ്, വിശ്വാസമുള്ള കൈ വെക്കാൻ പറഞ്ഞാൽ എന്തോരം കൈകളാ. But then we go through trial and hardship and pain and suffering. അതിനുശേഷം നമ്മൾ കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയും വെല്ലുവിളികളുടെയും നടുവിൽ കൂടെ കടന്നു പോകുന്നു. അപ്പുറത്ത് വന്നെത്തിയതായിരിക്കുന്ന കാര്യം എത്രയുണ്ട്? Peter says what comes out the other side is genuine tested faith. അപ്പുറത്ത് വരുന്നതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പത്രോസ് പറയുന്നത് അത് ശോധന ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട് ശരിയായ നിലയിലുള്ളതാണ് എന്ന് തെളിയിക്കപ്പെട്ടതായിരിക്കുന്ന വിശ്വാസമാണ്. Peter himself had experienced this, right? വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ തന്നെ ഇതൊരു അനുഭവമാണ്. Luke chapter 22, Peter proclaims that he will follow the Lord, that there's nothing that would 22-ാമത്തെ അധ്യായം മത്തായി സുവിശേഷത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ പത്രോസ് പറയും, മരിക്കേണ്ടി വന്നാലും ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കും, എനിക്കൊരു പ്രതിബന്ധവും തടസ്സവും ഒന്നും പ്രശ്നമല്ല എന്നൊക്കെ പറയും. But tell me what happens in John shortly after Jesus is arrested and Peter's standing outside. എന്നിട്ട് പിന്നെ അവസാനം യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ പത്രോസിനെ മടക്കി വരുത്തതായ കർത്താവിന് മുൻപിൽ പത്രോസ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? 3 times he denies the Lord. 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞു. That's great. Luke chapter 22, Peter says, I have faith. ലൂക്കോസിന്റെ 22-ാമത്തെ അധ്യായത്തിൽ പത്രോസ് പറഞ്ഞു, എന്ത് പ്രതിബന്ധം വന്നാലും കർത്താവിനെ തള്ളി പറയുന്നത് പ്രശ്നം ഉദിക്കുന്നില്ല. But pretty quickly it falls apart. എന്നാൽ ചില പ്രതിബന്ധങ്ങളുടെയും വെല്ലുവിളികളുടെയും മുൻപിൽ തന്നെ തീരുമാനങ്ങളൊക്കെ. But then we come to John chapter 21 and Jesus has had the disciples catch fish and യോഹന്നാന്റെ 21-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഒരു പ്രഭാതത്തില് പത്രോസിന്റെ അടുക്കൽ വന്നു. And 3 times Jesus asked Peter, do you love me? Do you love me? Do you love me? പത്രോസിനോട് 3 പ്രാവശ്യം ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
And 3 times Peter says, "You know I do." എന്നിട്ട് അവസാനം പത്രോസ് പറഞ്ഞത്, കർത്താവേ നീ അറിയുന്നു എന്ന് പറഞ്ഞു. And Jesus says, "Feed my sheep." എന്നിട്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. Now, tell me where Peter's faith was proven genuine. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, പത്രോസിന്റെ വിശ്വാസം യാഥാർത്ഥ്യമുള്ളതാണ്? Was it proven genuine with his proclamation in Luke 22? 22-ാമത്തെ അധ്യായത്തിൽ പത്രോസ് കൈമുക്കി വർത്തമാനം പറയുമ്പോൾ പത്രോസിന്റെ വിശ്വാസം ശരിയായ വിശ്വാസമാണ് തെളിയിക്കപ്പെട്ടോ? No, but the arrest and the crucifixion was a crucible that burned Peter's faith down to what was genuine. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശും അതിനോട് ചേർന്നുള്ളതായിരിക്കുന്ന ജീവിതത്തിന്റെ കാഠിന്യമേറിയ യാഥാർത്ഥ്യങ്ങളും പത്രോസിന്റെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്ന തീച്ചൂളയുടെ അനുഭവമായി. So that he sits in John 21 with a tested, genuine faith. എന്നാൽ 21-ാമത്തെ അധ്യായത്തിൽ അതുകൊണ്ടാണ് പത്രോസ് കർത്താവിന് മുൻപാകെ തന്റെ മുട്ടുകളെ മടക്കി തന്റെ വിശ്വാസം ഏറ്റുപറയുമ്പോൾ അത് ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വിശ്വാസമാണ്. And I believe that's what he tells us here. ഇവിടെ പത്രോസ് വിശ്വാസത്തിന്റെ ശോധനയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷേ ഈ കഥയും ചരിത്രവും ഒക്കെ തന്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. We have a future hope. നമുക്കൊരു ഭാവിയിൽ ഒരു പ്രത്യാശയുണ്ട്. That we rejoice in that future hope, though now for a little while we've been grieved by various trials. വ്യത്യസ്തമായിരിക്കുന്ന വർത്തമാനകാല പരിശോധനകളുടെ നടുവിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നാം പതറാതിരിക്കുന്നതിന്റെ കാരണം ഭാവിയിൽ ദൈവം, സ്വർഗത്തിലെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത തന്റെ വാഗ്ദാനത്തിന്റെ ആ ഉറപ്പ് ആണ്. So that on the other side of that, let's look at the concluding verses. അവസാനമായി താൻ പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. Though you have not seen him, നിങ്ങൾ അവനെ കണ്ടിട്ടില്ല എങ്കിൽ സ്നേഹിക്കുന്നു. You love him. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു. Though you do not see him now, ഇപ്പോൾ അവനെ കണ്ടിട്ടില്ല എങ്കിൽ സ്നേഹിക്കുന്നു. You believe in him. നാം അവനിൽ വിശ്വസിക്കുന്നു. Rejoice in him. നാം അവനിൽ വിശ്വസിക്കുന്നു. The joy that is inexpressible and filled with glory. പറഞ്ഞുകൂടാത്തതും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. That's the image of a refined faith. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ ആനന്ദമാണ്. That you Christians living abroad, ക്രിസ്തീയ വിശ്വാസികള് റോമാ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുകയാണ്. live in a culture that thinks you're foolish. That lives in a culture that thinks you're foolish. ഈ സംസ്കാരത്തില് കർത്താവിനെ അനുഗമിക്കുന്ന ആളുകളെ അവർ ഭോഷന്മാരെന്നാണ് വിചാരിക്കുന്നത്. Believe in Christ even though you don't see him. എന്നാൽ നാം കർത്താവിനെ കണ്ടിട്ടില്ല എങ്കിലും നാം അവനിൽ വിശ്വസിക്കുന്നു. That you believe in him and rejoice with joy that's inexpressible even when you haven't seen him yet. കർത്താവിനെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് തന്നിൽ വിശ്വസിച്ച് കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന ആളുകളാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. I think that was Joseph's secret. I think he had faith that those early dreams were going to be fulfilled. യോസേഫിന്റെ ചരിത്രത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അതാണ്. തന്നെ സ്വർഗ്ഗത്തിലെ ദൈവം കാണിച്ചതായിരിക്കുന്ന ഈ സ്വപ്നങ്ങൾ ഒരു ദിവസം യാഥാർത്ഥ്യമായി തീരും എന്നുള്ളത്. He was able to rejoice in that. അതിനെ ഓർത്ത് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ദിവസത്തിന് വേണ്ടി യോസേഫ് കാത്തിരിക്കുകയാണ്. Why do I believe that? എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കാൻ കാരണം? Because when his brothers who started the whole problem came to him, എന്നിട്ട് തന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതായിരിക്കുന്ന സഹോദരന്മാര് തന്റെ മുൻപിൽ ഒരു ദിവസം വന്നു. He said, most of us would have sought retribution. നമ്മൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവരോട് എന്താ പറയുക? But Joseph says, what you intended for evil, അപ്പോൾ യോസേഫിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ദോഷമായതാണ് കരുതിയത്, God intended for good. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം അതെനിക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിച്ചു. Joseph understood that his suffering was temporary. യോസേഫിന് അറിയാമായിരുന്നു തന്റെ കഷ്ടങ്ങളൊക്കെ താൽക്കാലികമായ ഒരു കാലത്തേക്ക് മാത്രമുള്ള കഷ്ടങ്ങളാണ്. And that it was purposeful. അതിന് ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് യോസേഫിന് അറിയാമായിരുന്നു. That needs to be our perspective as we endure hardship. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോകത്തുള്ളതായിരിക്കുന്ന കഷ്ടങ്ങളെ ആ ഒരു മനോഭാവത്തോടു കൂടെയാണ് നമ്മൾ നേരിടേണ്ടത്. Because God cares. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പരിഗണനയുണ്ട്. Look at the concluding verse. അവസാന വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. Obtaining the outcome of your faith, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ, the salvation of your soul. നിങ്ങളുടെ ആത്മാവിന്റെ വിശ്വാസത്തിന്റെ അന്തമായിരിക്കുന്ന ആത്മരക്ഷ നിങ്ങൾ പ്രാപിക്കും. So my prayer for all of us എനിക്ക് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുള്ളതായിരിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് is that we rejoice in what we know is true of us now and will be true of us in the future.
നമ്മളെ സംബന്ധിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും and that as trials come upon us, ഭാവിയിൽ ദൈവം നമുക്ക് തരാൻ പോകുന്നതായിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഉറക്കുകയും that we remain anchored to that truth. നാം ഇന്ന് വർത്തമാനകാല പരീക്ഷകളെ നേരിടുമ്പോൾ ഈ സത്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിന് നങ്കൂരമായിരിക്കേണ്ടതാണ്. Trusting in God who took action on our part, നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു, who is able to deliver us through salvation in the future. അന്ത്യ നിമിഷത്തില് ഈ രക്ഷയെ പൂർത്തീകരിക്കുവാനായിട്ട് ഈ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് പ്രാപ്തിയുണ്ട് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. And now we would close in prayer.